പലരും വീടുകൾ വാങ്ങാൻ പോകുമ്പോഴത്തേക്കും മേജറായിട്ട് അനുഭവിക്കുന്ന ഒരു പ്രശ്നം മെയിൻ റോഡ് ഫ്രണ്ടേജ് ഇല്ല എന്നാണ്. അതായത് മെയിൻ റോഡിൽ നിന്ന് വീണ്ടും ചെറിയ ഊട് വഴികളിലൂടെയൊക്കെ പോകുമ്പോഴത്തേക്കും വണ്ടിയെ കൊണ്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഇതാണെങ്കിൽ നോക്കിയേ, നല്ല മെയിൻ റോഡ് അരികത്തായിട്ട് തിരുവനന്തപുരം സിറ്റിയിൽ നിന്ന് വേഗം തന്നെ എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനിൽ നമ്മുടെ ലോക മെഡിസിറ്റിക്ക് അടുത്തായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി വരുന്നത്. ഇത്രയും നല്ല വീതിയുള്ള റോഡ് ഫ്രണ്ടേജിലാണ് പ്രോപ്പർട്ടി ഉള്ളത്. 4.25 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്നൊരു വീടാണ്. ഇതുപോലെ നമുക്കിതിൻ്റെ പിൻവശത്തായിട്ട് താഴേക്ക് ഒരു സെല്ലാർ പോർഷനും കൂടെ ഉണ്ട്. ആ സെല്ലാർ പോർഷനിൽ ഇപ്പം നമുക്ക് പില്ലർ ചെയ്ത് നിർത്തിയേക്കുവാണ്. നിങ്ങൾക്ക് റൂംസ് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്തെടുക്കാമെന്നുള്ള പ്രോപ്പർട്ടിയിലേക്കുള്ള അക്സസ് വരുന്നത് നമ്മുടെ കെൽട്രോൺ ജംഗ്ഷനിൽ നിന്ന് ഓൾഡ് രാജപാത റോഡ്, അതായത് ലോക മെഡിസിറ്റിയുടെ മുന്നിലൂടെ കാണുന്ന വഴി ഏകദേശം ലോക മെഡിസിറ്റി കഴിഞ്ഞ് ഒരു 350 മീറ്റർ വന്നു കഴിഞ്ഞാൽ റോഡ് അരികത്തായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി കാണാൻ സാധിക്കും. ഇതിൻ്റെ മുൻവശത്തുള്ള ഗേറ്റ് നോക്കിയേ, നമുക്ക് ഈ ഗേറ്റ് അങ്ങോട്ട് നീക്കാം, ഇതിനെയാണെങ്കിൽ ഇങ്ങോട്ട് നീക്കാം. ആ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഫുള്ളായിട്ട് ഈ സ്പേസ് മുറ്റം പാർക്കിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇതുവഴിയും വണ്ടി കയറ്റാൻ സാധിക്കും, അവിടെ നിന്നും കയറ്റാം. ആ രീതിയിൽ 3 വണ്ടികൾ നമ്മുടെ മുറ്റത്ത് തന്നെ സുഖമായിട്ട് കയറ്റി പാർക്ക് ചെയ്യാം. അതുപോലെ ഇങ്ങനെ കവേർഡായിട്ടുള്ള കാർ പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഈ സ്പേസിനകത്ത് തന്നെ നമുക്ക് 2 വണ്ടി മഴ നനയാണ്ട് കയറ്റി പാർക്ക് ചെയ്യാം. നമ്മുടെ വെള്ളത്തിൻ്റെ സൗകര്യത്തിനായിട്ട് കിണർ ഒരുക്കിയിട്ടുണ്ട്. ഈ താഴത്തുള്ള സെല്ലാർ പോർഷൻ കണ്ടതിന് ശേഷം വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണിച്ചു തരാം. ഇതുവഴി നമുക്ക് താഴേക്ക് പോകാൻ സാധിക്കും. അതായത് പിൻവശത്തേക്ക് നമുക്കൊരു 2 റൂം ചെയ്യാവുന്ന രീതിയിൽ ഒരു സ്പേസ് ഉണ്ട്. നമുക്ക് ഈ വീട് താഴെ തന്നെ ഇതുപോലെ കോളം പില്ലർ വാർത്തിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ സ്പേസ് നോക്കി, ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 2 റൂമോ അല്ലെങ്കിൽ ഒരു ഒറ്റ റൂമോ വേണമെങ്കിലും ചെയ്യാം. എങ്ങനെയാ വെച്ചാൽ നമുക്ക് ഈ ലോക മെഡിസിറ്റി ബേസ് ചെയ്തിട്ടുള്ള വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് പറ്റുന്നൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ഇപ്പോൾ ഇത് പുറത്തൂടെ വഴി വരുന്നതുകൊണ്ട് ഇവിടെ നമുക്കൊരു കൺസൾട്ടേഷൻ റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സജ്ജീകരിക്കാവുന്നതാണ്. ആ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്താം. നമുക്കിനി വീടിനുള്ളിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. ഈ ഒരു വരാന്ത സ്പേസിൽ നിന്നാണ് നമ്മൾ ഉള്ളിലേക്ക് പോകുന്നത്. മുൻവശത്തുള്ള ഈ വാതിൽ, കട്ടള, അതുപോലെ ഈ ജനലിൻ്റെ പാളികൾ ഇതെല്ലാം തന്നെ ചെയ്തിട്ടുള്ളത് തേക്കുന്നടിയിലാണ്. മുൻവശത്തുള്ള വാതിൽ 2 പാളികളിലായിട്ടാണ് ചെയ്തിട്ടുള്ളത്. നേരെ കയറി വരുന്നത് നമ്മുടെ ലിവിങ് സ്പേസിലേക്കാണ്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങി ഈ രീതിയിലാണ് നമ്മുടെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ഡോർ കൂടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ഇവർ ഈ വീട് വെച്ചുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒരു ഡോക്ടർ വന്ന്, ലോക മെഡിസിറ്റിയിൽ ഒരു ഡോക്ടർ വന്ന് പുള്ളിക്കാരനാണ് അഡ്വാൻസ് ചെയ്തത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം താഴേക്ക് ഞാൻ പറഞ്ഞതുപോലെ അവിടെ ഒരു കൺസൾട്ടേഷൻ റൂമും ആ രീതിയിൽ. അപ്പോൾ ഇവിടെ നിന്നൊരു എൻട്രൻസ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഈ ഒരു എൻട്രൻസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് നമുക്ക് വേണമെങ്കിൽ പ്രയോജനപ്പെടുത്താം. അപ്പോൾ പിന്നീട് അദ്ദേഹത്തിന് ചെന്നൈയിലേക്ക് ജോലി മാറി അങ്ങനെ പോകുന്നത് കാരണം പിന്നീട് ആ പുള്ളി ഇതിനങ്ങ് ഡ്രോപ്പ് ചെയ്തു. അപ്പോൾ അങ്ങനെയാണ് ഇത് വീണ്ടും ഇപ്പോൾ സെയിലിന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ TV യൂണിറ്റ് സെറ്റ് ചെയ്യാവുന്ന രീതിയിലുള്ള വർക്ക് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമ്മുടെ ഡൈനിങ് സ്പേസ് വരും. എല്ലാം തന്നെ ബ്രാൻഡഡ് മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് കേട്ടോ. നമുക്ക് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പൈപ്പ് ഫിറ്റിങ്സ് എല്ലാം തന്നെ സെറയാണ്. ആ രീതിയിൽ പ്രീമിയം ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇങ്ങനെ ഒരു സീത്രൂ ആയിട്ടുള്ളൊരു പാർട്ടിഷൻ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കിച്ചൺ വരുന്നത് ഒരു ഓപ്പൺ കൗണ്ടർ കിച്ചണാണ്. ഒരു വൈറ്റ് കളർ തീമിലാണ് നമ്മുടെ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത്. വൈറ്റും താഴേക്ക് വരുമ്പോൾ ഒരു വുഡൻ കളർ തീമും വരും. ഈ രീതിയിലുള്ള പ്രീമിയം പുൾ ഔട്ട്സ് ഒക്കെയാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഗ്ലെന്നിൻ്റെ ചിമ്മിനിയും ഹോബും ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒത്തിരിയധികം സ്റ്റോറേജ് നമുക്ക് കിച്ചണിൽ കാണാൻ സാധിക്കും. ഇത് നമ്മുടെ വർക്ക് ഏരിയ ആണ്. ഈ വർക്ക് ഏരിയയിൽ നിന്ന് ഇങ്ങനെ തുറന്നിറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിത് വീടിൻ്റെ സൈഡിലേക്ക് ഈ രീതിയിൽ വരാം. ഇവിടെ നമുക്ക് ഗ്യാസ് വെക്കാനുള്ള പ്രൊവിഷനും ചെയ്തിട്ടുണ്ട്. അതിന് മേളിൽ ഇതുപോലെ റൂഫ് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. ഇത് താഴത്തെ നിലയിൽ 1 ബെഡ്റൂമും മേളത്തെ നിലയിൽ 3 ബെഡ്റൂമാണ് വരുന്നത്. ഇതുപോലുള്ള കബോർഡ് വർക്ക് ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഈ കബോർഡ് വന്നിട്ട് നമുക്ക് ഇതുപോലൊരു കെട്ടിയെടുത്തതിന് ശേഷം അതിലേക്കാണ് ലാമിനേറ്റഡ് പ്ലൈവുഡ് വെച്ചിട്ട് ഈ വർക്ക് ചെയ്തെടുത്തിട്ടുള്ളത്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. എല്ലാ റൂമുകളിലെയും ക്ലോസറ്റ് വരുന്നത് വാൾ മൗണ്ടഡ് ആയിട്ടുള്ള ക്ലോസറ്റാണ്. അതായത് ഫ്ലഷ് യൂണിറ്റ് എല്ലാം നമുക്ക് ചുമരിനകത്ത് ചെയ്തിരിക്കുന്ന രീതിയിലാണ് നമ്മുടെ ഫ്ലഷ് യൂണിറ്റ് വരുന്നത്. അതെല്ലാം തന്നെ ഫ്ലഷ് യൂണിറ്റും നമ്മുടെ ഈ ക്ലോസറ്റും എല്ലാം സെറയുടെ പ്രീമിയം കളക്ഷനിൽ വരുന്ന മെറ്റീരിയൽസാണ്.
ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്കുള്ള ദൃശ്യങ്ങൾ കാണാം. അതിന് മുമ്പ് ഇതിൻ്റെ താഴത്തെ സ്പേസ് കണ്ടോ, ഇതിങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമുക്ക് മറ്റേ പെബിൾസ് എന്തെങ്കിലുമൊക്കെ ഇടണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ചെയ്യാവുന്നതാണ്. നമുക്കിതാ ഈ വുഡെല്ലാം തന്നെ നമ്മുടെ സ്റ്റെയേഴ്സിലെല്ലാം തന്നെ ഇതുപോലെ വുഡാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. വുഡ് വെച്ചിട്ടാണ് ഈ ഫ്ലോറിങ് ചെയ്തിട്ടുള്ളത്. അത് കാണുമ്പം തന്നെ നമുക്കൊരു ലക്ഷറി ഫീൽ തരുന്ന രീതിയിലാണ് വരുന്നത്. അതും കറക്റ്റായിട്ടുള്ളൊരു കളർ കോമ്പിനേഷൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. 2 കളറിലെ വുഡ് നമുക്ക് തേക്കും തടിയും വേറൊരു തടിയും കൂടെ ആയിട്ട് മിക്സ് ചെയ്തിട്ടാണ് അത് ചെയ്തെടുത്തിട്ടുള്ളത്. നമ്മുടെ ഈ സ്റ്റെയർ കയറി ഈ ലാൻഡിങ്ങിൽ വരുമ്പോഴത്തേക്കും ഈ ഒരു ഗ്ലാസ്സിലെ വിൻഡോ നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഈ രീതിയിൽ ടഫൻ്റെ ഗ്ലാസ്സാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിങ്ങനെ കൊണ്ടുവന്ന് നമുക്കിവിടെ ഇതിനെ വേണമെങ്കിൽ ലോക്ക് ചെയ്യാം. അതിനുള്ള പ്രൊവിഷനും നമുക്കിവിടെ കാണാൻ സാധിക്കും. മേളിലേക്ക് കയറി വരുമ്പോൾ നമുക്ക് 3 ബെഡ്റൂംസ് ഉണ്ട്. ഈ ഭാഗത്തായിട്ട് ഒരു റൂം, ഇതൊരു റൂം, ഇതൊരു റൂം, ഓരോ റൂമായിട്ട് നമുക്ക് കണ്ടുവരാം. ഇതാണ് ആദ്യത്തെ ബെഡ്റൂം. ഈ റൂമിൽ ബാത്റൂം ആണെന്നുണ്ടെങ്കിൽ താഴത്തെ നിലയിൽ തന്നെ അതേ രീതിയിൽ ചെയ്തിട്ടുള്ളതാണ്. ഈ ഭാഗത്തായിട്ട് നമുക്ക് 2ാമത്തെ ബെഡ്റൂം വരും. ഇതിന് വന്നിട്ടൊരു ബാൽക്കണി ആക്സസ് കൂടെ ഉണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. നമുക്ക് ഈ ഒരു ബാത്റൂമിനകത്ത് ഗ്ലാസ് പാർട്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. അതായത് വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന രീതിയിൽ ഗ്ലാസ് പാർട്ടീഷനും കൂടെ കൊടുത്തിട്ടുണ്ട്. ഷവർ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്കൊരു ബാൽക്കണിയിലേക്ക് ആക്സസ് വരും. ഈ ഡോറെല്ലാം ചെയ്തിട്ടുള്ളത് തേക്കും തടിയിൽ തന്നെയാണ്. ഇതുപോലെ അത്യാവശ്യം വലിപ്പമുള്ള ഒരു ബാൽക്കണി ഏരിയയിലേക്ക് നമുക്ക് ആക്സസ് വരും. ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വീതിയുള്ള മെയിൻ റോഡ് ഫ്രണ്ടേജിന് അരികത്തായിട്ടാണ് നമ്മുടെ പ്രോപ്പർട്ടി. നമുക്ക് ഈ സ്റ്റെയർ കയറി ഇങ്ങനെ വന്ന് വലത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതാ ഈ ഭാഗത്തായിട്ട് അടുത്തൊരു ബെഡ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിന് നമുക്ക് ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ ഇരിക്കാവുന്ന രീതിയിലൊരു പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ കിടക്കുകയോ ഇരിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. വലിയൊരു ജനലും ആ ഭാഗത്തായിട്ട് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ള റൂമാണ്. ആ രീതിയിൽ 4 ബെഡ്റൂംസാണ് നമുക്ക് ഈ വീടിന് വരുന്നത്. നമ്മുടെ സെല്ലാർ പോർഷൻ ഇല്ലാണ്ട് തന്നെ 2200 സ്ക്വയർ ഫീറ്റാണ് ഈ വീടിന് വരുന്നത്. സെല്ലോർ പോർഷനും കൂടെ നമ്മൾ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഏരിയ കുറച്ചുകൂടെ കൂടുന്നുണ്ടാവുമേ. പിൻവശത്തായിട്ട് നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. പക്ഷേ അതൊരു ഓപ്പൺ ടെറസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം റൂഫ് ചെയ്ത് ഈ രീതിയിൽ നമുക്കൊരു ഗ്രില്ലും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെയും നമുക്കൊരു വാഷ് ബേസിനും ഒരു മിററും എല്ലാം സ്ഥാപിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ട് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പ്രൊവിഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ മഴയൊന്നും നനയത്തില്ല, സേഫായിട്ടിരിക്കും. ഇവിടെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൺഷെയ്ഡ് കണ്ടോ, ഇത് നമ്മുടെ ഒരു സ്റ്റോർ റൂമായിട്ട് ഉപയോഗിക്കാം കേട്ടോ. ഈ സൺഷെയ്ഡിൽ തന്നെ നമുക്ക് എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വേണമെങ്കിൽ കൊണ്ടുവന്ന് വെക്കാവുന്നതാണ്. ഇതുവഴി നമുക്ക് ടെറസിലേക്ക് പോകാം. ടെറസിലേക്ക് പോകുമ്പോൾ ഉള്ള കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. ഇവിടെ നിന്നുള്ള വ്യൂ നോക്കിയേ. അങ്ങോട്ട് കാണുന്നത് ഒരു വില്ല പ്രോജക്റ്റാണ്. തൊട്ടടുത്തായിട്ട് ഒരു ഫ്ലാറ്റ് കാണാം. ആ രീതിയിലാണ് ഒരു വ്യൂ വരുന്നത്. അവിടെ 2 സൈഡിൽ നിന്ന് ആ ഒരു സ്ലോപ്പിൻ്റെ ഇടയിലൂടെ കാണുമ്പോൾ മഞ്ഞൊക്കെ വന്ന് നിൽക്കുമ്പോൾ ശരിക്കും ഈ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഊട്ടിയിലോ അല്ലെങ്കിൽ മൂന്നാറോ ഒക്കെ പോയി നമ്മളൊരു ഈ സീനറിയെ കണ്ടു നിൽക്കുന്ന ഒരു പ്രതീതിയാണ്. നമുക്ക് ഏറ്റവും ടോപ്പിൽ ഇതുപോലെ എലിവേറ്റ് ആയിട്ടാണ് നമ്മുടെ ടാങ്കുകൾ സ്ഥാപിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ആ രീതിയിലൊരു ഫോഴ്സ് കിട്ടുന്നതിനാണ് അങ്ങനെ ചെയ്തിട്ടുള്ളത്. ഇനി സോളാറൊക്കെ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ വയറിങ് എല്ലാം ചെയ്ത് വിട്ടിട്ടുണ്ട്. അന്ന് സോളാറും ഈസി ആയിട്ട് സ്ഥാപിക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിലാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ടെറസിൽ നിന്നുള്ള വ്യൂ വരുന്നത്. ഒത്തിരിയധികം നല്ല വീടുകളുള്ള നല്ലൊരു ലൊക്കേഷനാണ്. നമുക്ക് പേരൂക്കടയിൽ നിന്ന് പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു ലൊക്കേഷനാണ്. അതായത് പേരൂക്കടയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നിലവിൽ നമുക്കൊരു പാലത്തിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ തിരിച്ചാണ് വിടുന്നത്. നമ്മൾ വഴയിലയിൽ നിന്ന് വലത്തോട്ട് കയറി കാച്ചാണി വഴിയാണ് നിലവിൽ നമുക്ക് പ്രോപ്പർട്ടിയിലേക്ക് വരേണ്ടത്. പക്ഷേ നമുക്ക് ആ വർക്ക് ഫിനിഷ് ആകുമ്പോൾ പേരൂക്കടയിൽ നിന്ന് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ പറ്റുന്ന രീതിയിലാവും. നമുക്ക് അത് തന്നെ 4 വരി പാതയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് 4 വരി പാതയാവുന്നതിനനുസരിച്ച് നമുക്ക് സ്ഥലത്തിൻ്റെ മൂല്യവും വർദ്ധിക്കുന്നുണ്ടാവും. ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ഉദ്ദേശിക്കുന്ന വില ടോട്ടലായിട്ട് 4.25 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടാണ്. ഉദ്ദേശിക്കുന്ന വില 90 ലക്ഷം രൂപയാണ്. ഈ പറഞ്ഞിരിക്കുന്ന വിലയിൽ നെഗോസിയേഷൻ സാധ്യതയുണ്ട്. മെയിൻ റോഡ് അരികത്തെ പ്രോപ്പർട്ടിയാണ്, മിസ്സാക്കല്ലേ. വേഗം ഇതിൻ്റെ ഉടമയെ വിളിച്ച് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാവുന്നതാണ്.